ഉസ്താദ് അവറുകൾ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അവിടുത്തെ മുഖ്യ പ്രഭാഷണവും അതിന്റെ മുമ്പ് നേരത്തെ സൂചിപ്പിച്ച റമദാൻ കിറ്റും അതുപോലെ ഡയാലിസിസിന്റെ സഹായവും സാദാത്ത് റിലീഫിന്റെ സഹായവും അതുപോലെ മാസാന്തം ഇവിടെ വിതരണം ചെയ്യുന്ന റിലീഫും ഒക്കെ ഉസ്താദിന് വിതരണം ചെയ്യാനുണ്ട്. ഞാൻ കൂടുതൽ പ്രസംഗിച്ച് സമയം നീക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ബഹുമാനപ്പെട്ട ബേക്കുൽ ഉസ്താദും ബഹുമാനപ്പെട്ട ശൈഖുന പുത്തൂട് തങ്ങൾ ഉസ്താദും സൂചിപ്പിച്ചതുപോലെ മഹാനരായ എ പി ഉസ്താദ് അവറുകൾ നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് ഇത്രയും മഹത്തായ വിഷയങ്ങൾക്ക് നേതൃത്വം നൽകുക എന്ന് പറയുന്നത് അതൊരു വലിയ ചരിത്രം തന്നെയാണ്. ഈ 74 വയസ്സിൽ സഹോദരങ്ങളെ, നമുക്കൊന്നും ഒരു നിരക്കും നടക്കാനും ഇരിക്കാനും ഒക്കെ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ മഹാനരായ ഉസ്താദ് അവറുകൾ നിന്നും കിടന്നും ഇന്ന് പട്ടാമ്പിയിൽ നിന്ന് ആ ട്രെയിനിൽ ഇങ്ങോട്ട് വന്നത് ഇരുന്നിട്ട് യാത്ര ചെയ്തിട്ടാണ്. 12ഓളം മണിക്കൂറുകൾ യാത്ര ചെയ്തുകൊണ്ട്, ഇരുന്ന് യാത്ര ചെയ്തുകൊണ്ട് നമ്മളെ മഹത്തായ പരിപാടിക്ക് നേതൃത്വം കൊടുക്കാൻ മഹാനരായ ഉസ്താദ് അവറുകൾ ഇവിടെ എത്തി. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. സഹോദരങ്ങളെ, മഹാനരായ ഉസ്താദ് അവറുകളുടെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാ ആളുകളുടെയും രക്തം ഒന്ന് തിളക്കുകയാണ്, ഒന്ന് രോമം ഒന്ന് കുത്ത നിൽക്കുകയാണ് എന്നതിൽ യാതൊരു സംശയമില്ല. നാം സ്നേഹിക്കുന്ന നമുക്കൊക്കെയും സ്നേഹത്തിന്റെ പേരിലാണ് രോമം അത് കുത്തയാകുന്നതെങ്കിൽ ശത്രു വിഭാഗങ്ങൾക്കും ഒന്ന് രക്തം തിളക്കുന്നു, ഒന്ന് രോഗം കുത്ത നിൽക്കുന്നു എന്നത് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതൊരു പക്ഷേ ആധുനിക ബിഷക്വരന്മാരോ ആധുനിക ഡോക്ടർമാരോ ഇതൊന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ എന്തോ ഒന്ന് മഹാനരായ ഉസ്താദ് അവറുകളുടെ ആ പേരിന് തന്നെ എന്തോ ഒരു പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് നേരത്തെ മഹാന്മാരൊക്കെ സൂചിപ്പിച്ചതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ആവശ്യത്തിന് വേണ്ടി ഒരു കാലഘട്ടത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധകരും പ്രവർത്തകരും രാഷ്ട്രീയക്കാരുടെ അവരുടെ വീട്ടിന് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിനൊക്കെ മാറ്റം വരുത്തി ഇന്ന് രാഷ്ട്രീയക്കാരുടെ കാലിന്റെ അടിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയക്കാർ പണ്ഡിതന്മാരുടെ, ഉലമാക്കളുടെ, സാദാത്തുക്കളുടെ കാലിനടിയിലേക്ക് ഇങ്ങോട്ട് വരുന്നു എന്നൊരു സാഹചര്യം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടാക്കി തീർത്തത് മഹാനരായ ഖമറുൽ ഉലമ എ പി ഉസ്താദ് അവറുകളാണ്. നേരത്തെ ശൈഖുന പുത്തൂട് തങ്ങൾ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ കർണാടകയിലെ നമ്മുടെ എളിയരായ പ്രവർത്തകന്മാർ പറഞ്ഞു, കേരളത്തിൽ ഈ 2 യാത്ര നടത്തി കേരള യാത്ര മഹാനവറുകൾ. അതോടുകൂടി രണ്ടാമത്തെ കേരള യാത്രയോടുകൂടി കേരളം പൂർണ്ണമായും സംശുദ്ധമായി, യാതൊരു നിലക്കുള്ള ഒരു എതിർപ്പുമില്ലാതെ സുന്നത്ത് ജമാഅത്തിന്റെ ദഅ്വ പ്രവർത്തന പ്രബോധനങ്ങൾക്ക് കേരളം വളക്കൂറുള്ള മണ്ണായി മാറിയെങ്കിൽ കർണാടകയിലും ഒരു ചെറിയ ഡോസ് ഉസ്താദിന്റെ യാത്രയിലൂടെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്ന് കരളിന്റെ കഷ്ണങ്ങളാകുന്ന ആത്മാർത്ഥമായി എ പി ഉസ്താദിനെ സ്നേഹിക്കുന്ന കർണാടകയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ഉസ്താദിനോട് ആവശ്യപ്പെട്ടു, 1, 2, 3 ദിവസം കർണാടകയിലേക്ക് ഒരു യാത്ര നടത്തണം. ഉസ്താദ് പറഞ്ഞു, എന്താ 3 ദിവസത്തിന്റെ യാത്ര? ചുരുങ്ങിയ ഒരാഴ്ചയുടെ യാത്ര. ഇൻഷാ അല്ലാഹ് കർണാടക യാത്ര ഞാൻ നടത്താൻ പോവുകയാണ്. കേരളത്തിലെയും കർണാടകയിലും എല്ലാ ഉലമാക്കളും സാദാത്തുക്കളും അണിനിരന്നുകൊണ്ട് കർണാടക ചരിത്രത്തിലില്ലാത്തൊരു പുതിയൊരു അധ്യായം കുറിക്കാൻ മഹാനരായ ഖമറുൽ ഉലമ എ പി ഉസ്താദ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ഈ അടുത്ത് ഇലക്ഷൻ നടന്നു. ഇലക്ഷന് മുമ്പ് ഒരുപാട് പത്രമാധ്യമങ്ങളുടെ പ്രവർത്തകന്മാർ ഉസ്താദിന്റെ പിന്നാലെ പോയി ഉസ്താദിനെ എങ്ങനെയെങ്കിലും ഒരു വാക്ക് പറയിപ്പിച്ച് കൊടുക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ വാർത്താ ചാനലുകളുടെയും പത്രമാധ്യമക്കാരുടെയും മറു ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരേ ഒരു ചോദ്യം, ഇന്ത്യയിൽ ഇന്നയാൾ പ്രധാനമന്ത്രിയായാൽ എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഇന്ത്യയിൽ ആര് പ്രധാനമന്ത്രിയായാലും അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളും സാദാത്തുക്കളും പ്രവർത്തകരും അവർ ഏറ്റെടുക്കുമെന്ന് മറുപടി പറഞ്ഞു. കാലം കാത്തിരുന്നില്ല സഹോദരങ്ങളെ. ഇലക്ഷൻ കഴിയലോടുകൂടി എല്ലാ പത്രമാധ്യമ മീഡിയകളും എല്ലാ ബുദ്ധിരാക്ഷസന്മാരും എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകന്മാരും അടിവരയിട്ട് പറഞ്ഞു, ഇന്ത്യ രാജ്യത്തിലെ ഒരേ ഒരു രാഷ്ട്രീയ ബുദ്ധിജീവിക്ക് പറയാൻ കഴിയാത്ത മറുപടി കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. കാന്തപുരം ഉസ്താദിന്റെ മറുപടി ഇലക്ഷന്റെ റിസൾട്ട് വരലോടുകൂടി ലോകം അതിന് അക്കമിട്ട് മറുപടി പറഞ്ഞു. കാന്തപുരം ഉസ്താദ് പറഞ്ഞത് ശരിയായിരുന്നു. ആർക്കും ഇപ്പൊ ഒന്നും പറയാനില്ല. മോഡിയല്ല, ഇനി ഏത് പ്രധാനമന്ത്രിയായാലും ഞങ്ങൾ സ്വീകരിക്കും. അത് സെക്കുലർ രാഷ്ട്രത്തിനോട് കാണിക്കുന്ന
ഇന്ത്യൻ മുസ്ലിമുകളുടെ പ്രതിബദ്ധതയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും വിരൽ കടിച്ചിരുന്നു. എന്തൊരു മറുപടിയായത്! മോഡി പ്രധാനമന്ത്രിയാണെന്ന് വന്ന് റിസൾട്ട് പുറത്തു വന്നപ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും മാളത്തിൽ ഒളിച്ചപ്പോൾ തല ഉയർത്തി നടക്കാൻ ധൈര്യം കാണിച്ച ഒരേ ഒരു നേതാവ് ഖമറുൽ ഉലമാ പി ഉസ്താദ് അവർകളാണ്. എവിടെയും ഒരാളുടെ മുന്നിലും ഒരു മറുപടിക്കും ഒരു നിലക്കും ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ്? നേരത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാരും സാദാത്തുക്കളും പറഞ്ഞതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, ദഅവയ്ക്ക് വേണ്ടി ആധുനിക കാലഘട്ടത്തെ എങ്ങനെ സുന്നത്ത് ജമാഅത്തിനെ നടപ്പിലാക്കണം, പ്രവർത്തിക്കണമെന്ന് ലോകത്തൊട്ടുക്കും നടപ്പിലാക്കാൻ മഹാനരായ പി ഉസ്താദിനെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു നിയോഗിച്ചാൽ പിന്നെ ആര് തടുത്തിട്ടും കാര്യമില്ല. നമ്മളൊക്കെ കൂട്ടത്തിൽ കൂടിക്കൊടുത്ത് അതിന്റെ ഒരു മണം നമ്മളിലേക്കും വരാൻ നമ്മളൊക്കെ തയ്യാറാവുകയെന്നല്ലാതെ സഹോദരങ്ങളെ അസൂയ വെച്ചിട്ടോ എതിർക്കാനോ ഇറങ്ങി ആര് വന്നാലും അവരൊക്കെ പരാജയപ്പെട്ട് മുട്ടുകുത്തിയ സംഭവമേ മഹാനരായ പി ഉസ്താദിന്റെ 50, 60ഓളം 65ഓളം ആ ചരിത്ര പ്രസിദ്ധമായ ദഅവാ പ്രചരണ പ്രബോധനത്തിന്റെ കാലഘട്ടം തെളിയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, മഹാനരായ പി ഉസ്താദ് കർണാടക യാത്ര നടത്തുമ്പോൾ നമുക്ക് സന്തോഷിക്കാം. കർണാടകയിൽ ഒരു പുതിയൊരു അധ്യായം സുന്നത്ത് ജമാഅത്തിന്റെ ദഅവാ രംഗത്ത്, അത് തന്നെ കർണാടക സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ 25ാം ഐതിഹാസിക സിൽവർ ജൂബിലി ആഘോഷം വരുന്നതിന് മുമ്പ് മഹാനരായ പി ഉസ്താദിന്റെ 7ഓളം ദിവസം നിൽക്കുന്ന കർണാടക യാത്രയോടെ ആയിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് കർണാടകത്തിന്റെ മണ്ണിൽ നിന്നും സുന്നത്ത് ജമാഅത്തിന്റെ വിരോധം വെച്ച് പുലർത്തുന്ന എല്ലാ കുബുദ്ധികളുടെയും പ്രവർത്തനം അതോടുകൂടി അവസാനിക്കാൻ പോവുകയാണ്. കർണാടക സ്റ്റേറ്റും ഇന്ത്യ രാജ്യമൊത്തക്കും സുന്നത്ത് ജമാഅത്തിന്റെ ദഅവക്ക് വളരെ വിശാലമായ രീതിയിലുള്ള അനുകൂലമായ സാഹചര്യം നമുക്ക് വരാൻ പോവുകയാണ്. അല്ലാഹു മഹാനവറുകൾക്ക് തൗഫീഖ് കൊടുക്കുമാരാകട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാ പുത്തൂർ ഉസ്താദ് അവറുകൾ പറഞ്ഞതുപോലെ നമുക്ക് ഒരേ ഒരു ബാധ്യത കൊടുക്കാനുള്ളൂ. ഉസ്താദിന്റെ ദീർഘായുസിന് വേണ്ടി ദുആരക്കുക, ഉസ്താദിന്റെ ആഫിയത്തിന് വേണ്ടി ദുആരക്കുക. ഉസ്താദ് കൈയിറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളും ഫതഹാകാൻ വേണ്ടി ദുആരക്കുക. സഹോദരങ്ങളെല്ലാം ഫതഹായിക്കൊണ്ടിരിക്കുകയാണ്. നോളേജ് സിറ്റി അടക്കം, ആസാറെ മസ്ജിദ് അടക്കമുള്ള വലിയ വലിയ പദ്ധതികളൊക്കെ ഇങ്ങനെ തുറന്ന് അത് നമ്മളെ മുന്നിലേക്ക് വരാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ എതിർത്ത കുബുദ്ധികളും ശബ്ദമടച്ചിട്ട് മാളത്തിൽ ഒണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ മക്കൾക്ക് സീറ്റ് കിട്ടുമോ, ഞങ്ങൾക്ക് അവിടേക്ക് നിസ്കരിക്കാൻ സൗകര്യം കിട്ടുമോ എന്നാണ് ഇപ്പൊ എതിർത്തവരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാ എതിർപ്പുകാരെയും പിടിച്ചു കെട്ടാൻ പറ്റുന്ന രീതിയിലാണ് നോളേജ് സിറ്റി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കുമാരാകട്ടെ. കർണാടക സ്റ്റേറ്റിലും ഒരു ആസാറെ മസ്ജിദും കർണാടക സ്റ്റേറ്റിലേക്കും ഒരു നോളേജ് സിറ്റിയും മഹാനരായ പി ഉസ്താദ് അവറുകൾ ഉണ്ടാക്കി തരണമെന്നാണ് കർണാടകയുടെ പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് പറയാനുള്ളത് എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ ഒരു 17 ലക്ഷം രൂപയുടെ റമദാൻ കിറ്റ് വിതരണം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ പുത്തൂർ ഉസ്താദ് അവറുകൾ. ഇതിന്റെ എല്ലാം തുടക്കം മഹാനവറുകളാണ്. ഒരു 26 സെന്റ് സ്ഥലം വാങ്ങിയപ്പോൾ അന്നൊരു റോഡുണ്ടായിരുന്നില്ല. ഒരു മഴക്കാലമായിരുന്നു, ജൂലൈ മാസം. ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞതിനനുസരിച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ, പക്ഷെ ഞങ്ങൾക്കന്ന് താഴോട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല, വലിയ കാടാണ്. ഉസ്താദ് ഒന്ന് വന്നിട്ട് ദുആരിന് തരണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് ജുമാക്ക് കൂടി മഹാനവറുകൾ മേലെ വന്നിട്ട് വാഹനം നിർത്തിയിട്ട് പറഞ്ഞു, കോരിച്ചൊരിയുന്ന മഴ, അന്ന് റോഡില്ലായിരുന്നു. ഉസ്താദ് പറഞ്ഞു, താഴോക്ക് ഞാൻ ഇറങ്ങണമോ? ഞങ്ങൾ പറഞ്ഞു, ഉസ്താദ് ഇറങ്ങി ഒന്ന് ദുആരിന് തരണം. ഉസ്താദ് താഴെ വരെ നടന്നപ്പോൾ ഉസ്താദിന്റെ ചെരുപ്പൊക്കെ മണ്ണിൽ പൂണ്ടിപ്പോയി. അത്രയും ഒരു ആഗസ്റ്റ് ജൂലൈ മാസത്തിലായിരുന്നു, അത്രയും കോരിച്ചൊരിയുന്ന മഴയിൽ. അന്ന് ഉസ്താദ് ദുആരിന് തന്ന് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി പെർമിഷൻ തന്ന ഈ മഹത്തായ സ്ഥാപനം മഹാനരായ ശൈഖുനാ താജുൽ ഉലമാ, അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കുമാരാകട്ടെ. ഉസ്താദ് ദുആരിന് തന്ന് പാതയൊക്കെ ക്ലിയർ ചെയ്തു തന്നതിന് ശേഷം മഹാനരായ താജുൽ ഉലമ വന്നു. ഇവിടെ ഞങ്ങൾക്ക് കുറ്റിയടിച്ചു. അന്ന് കുറ്റിയടിക്കാൻ ഇവിടെ ഒന്നുമില്ല, വെറും കാടായിരുന്നു. ഉസ്താദ് കുറ്റിയടിച്ചിട്ട് ഒരു കുട്ടി ശത്രുക്കളുടെ തലയിൽ, ഒന്ന് ബിൽഡിംഗ് പൊന്താൻ, ഒന്ന് പാത സുഗമമായി തുറക്കാൻ 3 അടിയടിച്ചുകൊണ്ട് സഹോദരങ്ങളെ ആ കുറ്റിയടിച്ചിട്ട് മഹാനരായ താജുൽ ഉലമ കുറച്ച് പൈസ മന്ത്രിച്ചിട്ട് ചുറ്റുഭാഗത്തൊക്കെ മന്ത്രിച്ചിട്ട് എന്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ആ സ്ഥലങ്ങളൊക്കെ വാങ്ങണം, ഇപ്പൊന്നും വലിയ വലിയ ബിൽഡിങ്ങുകളൊന്നും ഉണ്ടാക്കണ്ട, പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ മതി എന്ന് താജുൽ ഉലമ പറഞ്ഞതനുസരിച്ചും മഹാനരായ പുത്തോട് ചെയ്യുന്ന ഉസ്താദ് അവറുകൾ ഇസ്ലാമിയ ഈ സാഹചര്യം, ഈ താലൂക്കിനെ ചുറ്റുഭാഗത്ത് ജീവിക്കുന്ന പാവപ്പെട്ടവരുടെ കാര്യം പറഞ്ഞു കൊടുത്തപ്പോൾ സഹോദരങ്ങളെ എന്തിനധികം പറയണം, ഇവിടെ ഒരുപാട് മതനശീകരണ മിഷനറികൾ, ഒരുപാട് ബിദഈ മിഷനറികൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമുണ്ടായിരുന്നു. പല
മുസ്ലിമീങ്ങളും പേര് മാറ്റി മതം മാറി പലരുടെയും നക്കാപ്പിച്ചകൾ വാങ്ങി ഈ ബിൽഡിങ്ങുകളും ചെറിയ ചെറിയ പീടികളും ഉണ്ടാക്കി പേര് മാറി ജീവിച്ചപ്പോൾ അവരെ കണ്ടുകൊണ്ട് പലരും ഞങ്ങൾക്ക് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അവന് പീടികന്റെ റൂം കിട്ടിയിട്ടുണ്ട്, അവനിക്ക് എസ്റ്റേറ്റ് കിട്ടിയിട്ടുണ്ട്, അവന് പേര് മാറി മതം മാറിയിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായപ്പോഴാണ് നിങ്ങൾക്ക് ബിൽഡിംഗ് തരാൻ കഴിയില്ല, നിങ്ങൾക്ക് എസ്റ്റേറ്റ് തരാൻ കഴിയില്ല, നിങ്ങൾക്ക് പ്രാഥമിക ഘട്ടത്തിൽ ആവശ്യമായ കുറച്ച് ഭക്ഷണം തരാം, നിങ്ങളെ രോഗത്തിന്റെ ചികിത്സക്ക് സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരങ്ങളെ 20 വീട്ടിൽ തുടങ്ങിയ റിലീഫിന്റെ പ്രവർത്തനം ഇന്ന് 7ാമത്തെ കൊല്ലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 650-ലധികം വീടുകളിൽ 5ഉം 10ഉം 15ഉം 25ഓളം കിലോ അരികൾ, വീട് റിപ്പയർ, ചികിത്സ, കല്യാണം, വിദ്യാഭ്യാസ സഹായം, അതിന് പുറമെ ഒരുപാട് രോഗചികിത്സ, അതിന്റെ പുറമെ കിഡ്നി ഫെയിലറായ രോഗികൾക്ക് ഒരു ഡയാലിസിന്റെ പൈസ എല്ലാ മാസവും 1500 മുതൽ 2400 രൂപ വരെ. ഇപ്പൊ 42ഓളം കിഡ്നി രോഗികൾ പാവപ്പെട്ടവർ അല്ലാഹു ശിഫിയാക്കി കൊടുക്കട്ടെ മൽജയിൽ നിന്ന് 1 ലക്ഷം രൂപ വരെ എല്ലാ മാസവും ഡയാലിസിന് വേണ്ടി സഹായം വാങ്ങി അവർ ഡയാലിസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. 11ഓളം രോഗികൾ ഡയാലിസിന്റെ സഹായം വാങ്ങിയവരിൽ ഒരു സയ്യിദ് അടക്കമുള്ള 11ഓളം രോഗികൾ 2-3 കൊല്ലത്തിനടക്ക് മൽജയിന്റെ റിലീഫ് വാങ്ങി മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കുകയല്ല സഹോദരങ്ങളെ, 2 കൊല്ലം മുമ്പ് ഒരു റമദാനിൽ ഞങ്ങൾക്കൊരു ദുഃഖം കേൾക്കേണ്ടി വന്നു. ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള പരിസര പ്രദേശങ്ങളിൽ ചില ആളുകൾ യാചനയുടെ പേരിൽ റമദാനിന്റെ നിലാവ് മാസം അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ മംഗലാപുരം പോലെയുള്ള സിറ്റി പ്രദേശങ്ങളിൽ യാചനക്ക് പോയി അവിടെ ഒരുപാട് വേണ്ടാത്തരം തെമ്മാടിത്തരങ്ങളും ഒരുപാട് അനാശാസ്യ പ്രവർത്തനങ്ങളും യുവതികളായ പെൺകുട്ടികളിലൂടെ നടന്നു എന്ന് ചോദിച്ചപ്പോൾ മൽജയിന്റെ പ്രവർത്തകർ ദുഃഖിച്ചു. ഞങ്ങൾ അരി കൊടുക്കുന്നു, വീട് റിപ്പയർ ആക്കി കൊടുക്കുന്നു. അങ്ങനെ ഒരു ഉമ്മാന്റെ അടുക്കൽ ഞങ്ങൾ പോയി ആ റമദാൻ മാസത്തിൽ ഉമ്മയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനുമ്മ നിങ്ങളൊക്കെ ഇങ്ങനെ യാചിക്കാൻ പോകുന്നത്? അപ്പൊ ഉമ്മ പറഞ്ഞത്, നിങ്ങൾ കൊടുക്കറോ 5 കിലോ അരി ഓടക്ക് മതിയാവൂ. നമ്മളോട് ചോദിച്ചതാണ്. നിങ്ങൾ നൽകുന്ന 5 കിലോ അരി എവിടേക്ക് മതിയാകും? ഞങ്ങൾക്ക് നോമ്പ് തുറക്കണം, മുത്തായം കഴിക്കണം, അത്തായം കഴിക്കണം, ഞങ്ങളെ മക്കൾക്ക് പെരുന്നാളിന് ഉണ്ണണം. ഇങ്ങനെയൊക്കെ എവിടുന്ന് നിങ്ങൾ 5 കിലോ അരി കൊണ്ട് എന്ത് സാധിക്കും? അപ്പൊ ഉമ്മനോട് ചോദിച്ചു എന്ത് വേണം? ഉമ്മ ലീസ്റ്റാക്കിയപ്പോൾ 27ഓളം സാധനം, ഈത്തപ്പഴമടക്കം പപ്പടമടക്കം 27ഓളം സാധനങ്ങളുടെ ലിസ്റ്റ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ഒരു മലയോര പ്രദേശത്തിലെ ഒരു കുടിസരിന്റെ ഉള്ളിൽ താമസിക്കുന്ന കക്കൂസ് പോലെ കുളിമുറി പോലെയുള്ള ഒരു വീട്ടിന്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരു ഉമ്മ കാണിച്ചു തന്ന ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് ഇന്നും 3ാമത്തെ കൊല്ലം ഇവിടെ റിലീഫ് വിതരണം ചെയ്യുന്നത്. മുമ്പത്തെ കൊല്ലം 13 ലക്ഷം രൂപ, കഴിഞ്ഞ കൊല്ലം 16 ലക്ഷം, ഇന്ന് 18ഓളം ലക്ഷം രൂപയുടെ 45ഓളം കിലോ സാധനം, 25 കിലോ അരിയും ഒരു 25 കിലോ സാധനം അടങ്ങുന്ന 45ഓളം കിലോ സാധനം. സഹോദരൻ 3000-3500 റുപ്യ ചെലവുണ്ട്. നമ്മളെ പ്രവർത്തകന്മാർ 2-3 ദിവസം മംഗലാപുരത്ത് പോയി എല്ലാ ഹോൾസെയിൽ പീടികയിൽ ഇറങ്ങി കയറി കുറച്ച് പൈസ കുറച്ചൊക്കെ കിട്ടണം, നല്ല സാധനം കിട്ടണം. അങ്ങനെ പോയി സാധനം വാങ്ങി ഇവിടെ തന്നെ ഒരു 10-15 സ്കെയിൽ കൊണ്ടുവന്ന് ഇവിടെ തന്നെ തൂക്കി തിട്ടപ്പെടുത്തി അതാണ് ഈ കിറ്റ് ഉണ്ടാക്കിയ സഹോദരങ്ങൾ. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് മഹാനവർകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. 25-ന് ഞങ്ങളോട് പറഞ്ഞപ്പോ ഞാൻ ദുബൈയിലാണ്, ദുബായിൽ നിന്ന് വരാം. ദുബൈയിൽ നിന്ന് എ പി ഉസ്താദ് മഹാനവറുകളുടെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അങ്ങോട്ട് പോകുന്ന പെട്ടെന്ന് ഫോൺ വരും, അണക്ക് വരാൻ സാധിക്കില്ല. നമ്മൾ പ്രവർത്തകന്മാരൊക്കെ നിരാശാവും. അപ്പൊ ഞമ്മ പറഞ്ഞു അത് വേണ്ട, ഉസ്താദ് ഉള്ള സൗകര്യം തരണം. മുസ്താദ് പറഞ്ഞു 15-ാം തീയതി. സഹോദരങ്ങളെ 10 ദിവസം മുമ്പായി. അന്ന് ഞങ്ങളൊന്നും ഓർത്തിട്ടില്ല. പെട്ടെന്ന് സാധനം കൊണ്ടുവരാൻ ഒരു ഭാഗം ഇറങ്ങി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് ചാടി പരസ്യം നടത്തി ഇങ്ങനെ ഒരുപാട് ത്യാഗം സഹിച്ച് ഇന്ന് മഗ്‌രിബോട് കൂടിയാണ് ഈ കിറ്റിന്റെ പണി പൂർത്തിയായിരിക്കുന്നത്. 17ഓളം ലക്ഷം രൂപയുടെ കിറ്റാണ് ഇവിടെ വിതരണം ചെയ്യുന്നത്. അത് മഹാനായ എ പി ഉസ്താദ് അവറുകളുടെ കരങ്ങളെ കൊണ്ട്, ബഹുമാനപ്പെട്ട ശൈഖുന പൊസോട് തങ്ങൾ ഉസ്താദ് അവറുകളുടെയും എ പി ഉസ്താദിന്റെയും കരങ്ങളെ കൊണ്ട് അതിന്റെ ഉദ്ഘാടനം നടക്കണം, ദഅവാ കോളേജ് ഉദ്ഘാടനം നടക്കണമെന്ന് പറഞ്ഞപ്പോ ഉസ്താദ് ഏറ്റെടുത്ത് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കുമാരാകട്ടെ. ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുകയല്ല സഹോദരങ്ങളെ. ഒരുപാട് തെറ്റിദ്ധാരണകൾ, ഒരുപാട് അപവാദങ്ങൾ പല സ്ഥാപനങ്ങൾക്കും ഉള്ളതുപോലെ നമ്മൾക്കും ഉണ്ടായിട്ടുണ്ട്. മഹാനായ പി ഉസ്താദിനോട് പലരും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ കഴിവിന്റെ പരമാവധി ബഹുമാനപ്പെട്ട പുസ്തോട് തങ്ങൾ ഉസ്താദ് അവരുടെ എല്ലാ മാർഗനിർദ്ദേശം അനുസരിച്ച് ഇവിടെ ഈ ചൂടുള്ള ഈ ഷെഡിന്റെ ഉള്ളിലിരിക്കും. ആരെങ്കിലും വന്നാൽ
മന്ത്രിച്ചു കൊടുക്കും, അവിടുന്ന് നേർച്ച കിട്ടും. ആ നേർച്ച ആടും കോടും പഞ്ചസാരയുമായി ഇവിടെ വരും. ആ സംഖ്യ ഉപയോഗിച്ചിട്ട് ഈ റിലീഫിന് ഒരു റിസീവർ ഇല്ല, പ്രത്യേകമായ പൈസ വരലില്ല. അത് വന്ന് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി, ഈ സാധനങ്ങളൊക്കെ നേർച്ച ദിക്കറൊക്കെ കഴിഞ്ഞ് ആ പൈസ ഒക്കെ ബക്കറ്റിൽ കൊണ്ടുപോയി എല്ലാവരും കൂടി അവിടെ ഇരുന്ന് എണ്ണി തിട്ടപ്പെടുത്തി സഹോദരങ്ങളെ ഇത്രയും അടുക്കും ചിട്ടയോടുകൂടി ഈ 6-7 കൊല്ലത്തിനടക്ക് 3 കോടി രൂപ റിലീഫിന് വേണ്ടി മാത്രം മത്സരി ചെലവാക്കിയിട്ടുണ്ട്. അത് എന്റെ സ്വത്തല്ല, നിങ്ങളെ മുന്നിലിരിക്കുന്ന പോലെയുള്ള പാവപ്പെട്ട ദുർബല വിഭാഗം അവരുടെ പ്രശ്ന പരിഹാരം നടന്നതിന്റെ പേരിൽ അവർ കൊണ്ടുവരുന്ന നേർച്ചത്തൊട്ടുകളിലൂടെയാണ് 3 കോടിയോളം രൂപ ഇവിടെ റിലീഫ് നടത്തിയത്. ഇനി നിങ്ങൾ കണക്കാക്കുക ഈ ഹാളിന്റെ ചെലവ്, അവിടെ നൽകുന്ന പള്ളിന്റെ നിർമ്മാണത്തിന്റെ ചെലവ്, ഈ 3 ഏക്കറയും പുറത്തൊരു 3 ഏക്കറയും, അങ്ങനെ 1 കോടിയോളം, അന്നത്തെ 1 കോടിയോളം രൂപയുടെ സ്ഥലം വാങ്ങിയത്. ഇതൊക്കെ എവിടെ നിന്ന് സംഖ്യ വന്നു എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ടവർ ബക്കറ്റിൽ നിക്ഷേപിക്കുന്ന സംഖ്യകളെ കൊണ്ടാണ്. ഇതൊക്കെ ഇത്രയും അച്ചടക്കത്തിലും ഭംഗിയിലും തുല്യതയില്ലാത്ത രീതിയിൽ നടത്തുമ്പോൾ പല ശത്രുക്കളും പല തെറ്റിദ്ധാരണകളും എല്ലാ സ്ഥാപനങ്ങളിലും നടത്തുന്നത് പോലെ മൽജയിനെതിരിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. കണക്കില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കാണിക്കുന്ന കണക്കേ ഇല്ല. ഇവിടെ കണക്ക് തരുന്നില്ല. കണക്കില്ലാണ്ട് ഇവിടെ നിങ്ങൾ പരിപാടി കഴിഞ്ഞ് നോക്കൂ, എല്ലാവരും ഇരുന്നിട്ട് നേർച്ച പൈസ ഇടണം. ഉസ്താദിന്റെ മുന്നിൽ വരെ ഞാൻ ഈ കാര്യം, എന്റെ ബഹുമാനരായ ശൈഖുന പുത്തോട് ഉസ്താദിന്റെ മുന്നിൽ വരെ ഈ കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. സഹോദരങ്ങൾ എല്ലാവരും എണ്ണി തിട്ടപ്പെടുത്തും. അത് എണ്ണി രേഖപ്പെടുത്തി അരിന്റെ കടം വിടണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം. ഒരാൾക്ക് വന്നിട്ട് ദിക്കറിന്റെ ഒരു 12 മണി വരെ ഇവിടെ ഇരുന്നാൽ കണക്കുണ്ടോ ഇല്ലേ എന്ന് എല്ലാവർക്കും അറിയാം. ഇത് ഞാൻ പറയുന്നത് സഹോദരങ്ങളെ, നിങ്ങളും ഒരു പക്ഷേ ഭാവിയിൽ സ്ഥാപനം നടത്തുന്നവരായിരിക്കാം. നിങ്ങൾക്കെതിരെയും ഒരു പക്ഷേ ആരോപണങ്ങൾ വരുമ്പോൾ നിങ്ങൾ പേടിച്ച് വിറച്ചു പോകരുത്. ഇതിനേക്കാൾ വലിയ വലിയ അപവാദങ്ങളൊക്കെ വന്നു പോകും. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തുമാരാകട്ടെ. സഹോദരങ്ങളെ, എല്ലാം മുറ പോലെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈശാ അല്ലാഹ് 1, 2, 3 കൊല്ലം കഴിയുമ്പോൾ എല്ലാം നല്ല നിലയിലാവും. ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ ഇവിടെ പള്ളിയും ബിൽഡിങ്ങും അറബി കോളേജും ദഅവ കോളേജിന്റെ ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ ഉയർന്നു വരും. അള്ളാഹു എല്ലാം സാധിപ്പിച്ചു തരുമാരാകട്ടെ. അന്ന് ഈ റിലീഫുകളൊക്കെ നടന്നില്ലായിരുന്നുവെങ്കിൽ സഹോദരങ്ങളെ ഒരു പക്ഷേ ഈ മുന്നിലിരിക്കുന്ന ആളുകളൊന്നും ഇവിടെ വരില്ലായിരുന്നു. കാരണം അത്രയും ഗുരുതരമായിരുന്നു ബെൽത്തങ്കടി താലൂക്കിലെ മലയോര പ്രദേശം. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കുമാരാകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ദുആരുന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.